സോറി, ഇറ്റലിയിലെ അസീസിയിലുള്ള ഒരു വലിയ പ്രഭുവിന്റെ മകനായിരുന്നു ആ, ഈ ഫ്രാൻസിസ്. ഫ്രാൻസിസ് ഭയങ്കരമായിട്ട് ജീവിതത്തെ ആസ്വദിക്കുകയും എല്ലാവിധ ആസ്വാദനവും ഉണ്ടായിരുന്നു. പക്ഷെ ഫ്രാൻസിസിന് വലിയൊരു മാനസാന്തരം ഉണ്ടായി. പാവങ്ങളുടെ ഇടയിലേക്ക് അദ്ദേഹം കടന്നു ചെല്ലുകയും ക്രിസ്തുവിനെ മനസ്സിലാക്കുകയും പൂർണ്ണമായിട്ടും ക്രിസ്തുവിന് കൊടുക്കുന്ന ഒരു പ്രാവശ്യം ആ, അദ്ദേഹത്തിന്റെ ഫാദറിന്റെ ആ, അല്ല, അദ്ദേഹത്തിന്റെ ഭവനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ പിതാവിന്റെ പണം, മേശയിൽ നിന്നും പണം വാരി പാവങ്ങൾക്ക് കൊടുത്തതിന് അദ്ദേഹത്തെ അടിച്ച് വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് സ്വന്തം പിതാവ്. അങ്ങനെ അദ്ദേഹം തന്റെ വസ്ത്രം പോലും ഉരി കൊടുത്തുകൊണ്ട് പാവങ്ങളോട് കൂടി കഴിഞ്ഞു. അങ്ങനെ പാവങ്ങൾക്ക് വേണ്ടി ഒരു സന്യാസ സഭ അദ്ദേഹം സ്ഥാപിച്ചു. ആ സന്യാസ സഭയിൽ അദ്ദേഹം വൈദികനായില്ല, അച്ഛനായില്ല. അദ്ദേഹം പറഞ്ഞു എനിക്കതിനുള്ള യോഗ്യതയില്ലെന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് യേശു ക്രിസ്തുവിനെ കയ്യിലെടുക്കുക എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് അപ്പത്തിലും വീഞ്ഞിലും അതിലൂടെ യേശു കടന്നു വരുന്നു, യേശുവിന്റെ ശരീരവും രക്തവുമായിട്ട് കടന്നു വരുന്നു. അതെടുക്കാനുള്ള യോഗ്യത എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് അത് വേണ്ട. അദ്ദേഹത്തിന്റെ സഭയിലെ മറ്റംഗങ്ങളൊക്കെ അച്ഛനായപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കത് വേണ്ട, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ മുഖവരയായിട്ട് ഫ്രാൻസിസ് അസിസിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം വിശുദ്ധനാണ്. സഭയുടെ ഫ്രാൻസിസ്കൻ സഭ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള ഫ്രാൻസിസ്കൻ സന്യാസ സഭകളുടെ ഫൗണ്ടറാണ് അദ്ദേഹം, സഭയുടെ സ്ഥാപകനാണ് 13-ാം നൂറ്റാണ്ടില്. അപ്പോൾ അദ്ദേഹം മറ്റൊരു ക്രിസ്തുവായി, അതായത് പാവങ്ങൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ. ഒരു പ്രാവശ്യം ആശ്രമത്തില് ഒരു ഭിക്ഷക്കാരൻ വന്നപ്പോൾ ഒന്നും കൊടുക്കാനില്ലായിരുന്നു, അദ്ദേഹത്തിന് ഒന്നും കൊടുക്കാനില്ലായിരുന്നപ്പോൾ ഒരു ബൈബിൾ അവിടെ ഇരുന്നു. ബൈബിൾ, അന്നത്തെ കാലത്ത് ഒരു ബൈബിൾ ഉണ്ടാക്കി വെക്കുക എന്ന് പറഞ്ഞാൽ വലിയ വില കിട്ടുന്നതാണ്. വിശന്ന് വലഞ്ഞു വന്ന ആ മനുഷ്യൻ ആ ബൈബിൾ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇതുകൊണ്ട് മാർക്കറ്റിൽ കൊടുത്തോ, നല്ല വില കിട്ടും. അങ്ങനെ ഒരു ബൈബിൾ അന്ന് കൊടുത്താൽ അത് ക്രൈസ്തവ വിശ്വാസികളുടെ ഇടയിൽ ഒരു ബൈബിൾ എഴുതി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ വലിയ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. ഇത് കൊടുത്തിട്ട് നീ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കൂ മകനെ എന്ന് പറഞ്ഞു ബൈബിൾ എടുത്തു കൊടുത്തു. അതാണ് വിപ്ലവം, യേശുവിന്റെ വിപ്ലവം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് എന്താണ്? ഒന്നുമല്ല, കർത്താവിനെ ജീവിച്ചു, ക്രിസ്തുവിനെ ജീവിച്ചു എന്നുള്ളതാണ്. അതിന് ധൈര്യം കാണിക്കാത്തവരെല്ലാം ക്രിസ്തുവിൽ നിന്നും വളരെ അകലെയായിരിക്കും. അതിന് ധൈര്യം കാണിക്കാത്തവരെല്ലാം ക്രിസ്തുവിൽ നിന്നും